ബിൻസി ആട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കുർത്തീസിന്റെ കളക്ഷൻസ് ആണ്. നല്ല ഭംഗിയായിട്ട് വരുന്ന 3 ഡിഫറെന്റ് പാറ്റേണിൽ വരുന്ന കുർത്തീസാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ തന്നെ നമ്മുടെ ഓണം കളക്ഷൻസിൽ വന്നിരിക്കുന്ന ഐറ്റംസ് ആട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ളതാണ്. അതിന്റെ കൂടെ തന്നെ കോട്ടണിൽ നമുക്ക് റെഗുലർ യൂസ് ചെയ്യാൻ പാകത്തിലുള്ള കുർത്തീസ് വേണം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന 3 പാറ്റേൺസും നല്ല ഭംഗിയായിട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. അതിന് മുന്നേ തന്നെ നമ്മുടെ ഇന്നത്തെ ഓർഡേഴ്സും വാട്സപ്പിൽ തന്നെയാണ് എടുക്കുന്നത്. ഇഷ്ടപ്പെട്ട ഐറ്റത്തിന്റെ സ്ക്രീൻഷോട്ടും സൈസും സ്ഥലവും കൂടി ഒരുമിച്ച് തന്നെ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തന്നെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ സമയങ്ങളെ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് കുർത്തി വരുന്നത് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ഈ സെയിം പാറ്റേണിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് കേട്ടോ. മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേക്കും ഗോൾഡൻ ടിഷ്യൂലാണ്. അതും ഇതിൽ വന്നിരിക്കുന്ന ബോഡി പോർഷനിൽ വന്നിരിക്കുന്നത് ചെക്ക് ഡിസൈൻ വന്നിരിക്കുന്ന ടിഷ്യൂ ആണ് കേട്ടോ. ചെക്ക് വീവിങ് പോയിട്ടുണ്ട് ഫുള്ളായിട്ട്. ബോഡി പോർഷൻ ഫുള്ളായിട്ട് ചെക്കിൻ്റെ വീവിങ്സ് പോയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നമ്മുടെ നെക്ക് വരുമ്പോഴത്തേക്കും യൂണിക് പാറ്റേണിലാണ് ഞാൻ വെയർ ചെയ്ത് കാണിച്ചിരിക്കുന്നത്. സെയിം പാറ്റേണിൽ തന്നെയാണ് കേട്ടോ. നമ്മുടെ യോക്ക് പോർഷൻ വന്നിരിക്കുന്ന അജ്രക്കിൻ്റെ മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. അതായത് അജ്രക് പ്രിന്റ് വരുന്ന കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതും നല്ല ഭംഗിയുള്ളൊരു പ്രിന്റിലാണ്. ആ പ്രിന്റിനെല്ലാം ഹൈലൈറ്റ് ചെയ്യാൻ പാകത്തിന് കട്ട് ബീഡ്സിൻ്റെ ആൻറ്റി കളറിൽ വന്നിരിക്കുന്ന കട്ട് ബീഡ്സിൻ്റെ വർക്കാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള പ്രിന്റും ആ പ്രിന്റിനെല്ലാം തന്നെ ഹൈലൈറ്റ് ചെയ്യാൻ പാകത്തിന് എല്ലാ പ്രിന്റിലും ഇതുപോലെ കട്ട് ബീഡ്സിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഭയങ്കരമായിട്ട് ഗോൾഡൻ കളറിലുള്ള ഒരു ആൻറ്റി കളറിലാണ് വന്നിരിക്കുന്നത്. അതിന് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അതും ഈ പാച്ച് കൊടുത്തിരിക്കുന്ന ഒരു ഡിഫറെൻറ്റ് പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര നമ്മൾ യു ആയിട്ട് ചെയ്യാറുണ്ട്, അങ്ങനെയൊക്കെ കാണിച്ച് അതുപോലെ സ്ക്വയറിൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡാണ് വന്നിരിക്കുന്നത്. കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത്. സ്ലീവിൻ്റെ എൻ പോർഷനിൽ വരുമ്പോൾ നമ്മുടെ യോക്കിൽ വന്നിരിക്കുന്ന ഈ സെയിം തന്നെ കോട്ടൺ മെറ്റീരിയൽ അജ്രക് പ്രിന്റ് വരുന്ന കോട്ടൺ മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ്, ഇതുപോലെയാണ് കേട്ടോ വന്നിരിക്കുന്നത്. ബോഡി പോർഷനിൽ ഇതുപോലെ ചെക്ക് ഡിസൈനാണ് വന്നിരിക്കുന്നത്. ചെറിയ ചെക്സ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇതുപോലെയാണ് കേട്ടോ. നമ്മുടെ സ്ലീവിൻ്റെ എൻ പോർഷനിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടില്ല. ബോഡി നമ്മുടെ യോക്ക് പോർഷനിൽ മാത്രമാണ് ഹാൻഡ് വർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ നെക്ക് ലൈനിലൊക്കെ ആണെങ്കിലും 2 ലെയർ ആയിട്ട് വരുന്ന കട്ട് ബീഡ്സിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ചെക്ക് ഡിസൈൻ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡാണ്. കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. സ്ലീവ് 3/4 സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത്. ഒരു 46 ഇഞ്ച് ലെങ്ത്തിലാണ് കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ലെങ്ത്തോടുകൂടി തന്നെയാണ്. അതുപോലെ തന്നെ കുർത്തിയുടെ ഹെമേരയിലേക്ക് വരുമ്പോൾ ഇതുപോലെ ബോർഡേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ വരും. ഗോൾഡൻ ബോർഡേഴ്സ് ഇങ്ങനെ കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 799. അടുത്ത കുർത്തി വന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ച സെയിം പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് നമ്മുടെ ഈ യോക്ക് പോർഷനിൽ വന്നിരിക്കുന്ന ആ കോട്ടൺ മെറ്റീരിയൽ ഉണ്ടോ, അജ്രക് പ്രിന്റ് വരുന്ന കോട്ടൺ മെറ്റീരിയൽ, അതിൻ്റെ കളറിൽ മാത്രമാണ് ഡിഫറൻസ് എന്നുള്ളൂ. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. നെക്ക് യൂണിക് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ യോക്ക് പോർഷനിൽ വന്നിരിക്കുന്ന മെറ്റീരിയലിൻ്റെ കളർ വരുമ്പോൾ ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ബ്ലൂവിൻ്റെ അകത്ത് ഒരു മറൂൺ ഷെയ്ഡ് വന്നിരിക്കുന്ന, മറൂണും ഒരു ഓഫ് വൈറ്റ് ചിക്കു ആ ഒരു ഷെയ്ഡിലൊക്കെ വന്നിരിക്കുന്ന അജ്രക് പ്രിന്റാണ് വന്നിരിക്കുന്നത്. ഈ പ്രിന്റിനെ എല്ലാം തന്നെ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന കട്ട് ബീഡ്സിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആൻറ്റി കളറിൽ വരുന്ന കട്ട് ബീഡ്സ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതും നല്ല ഭംഗിയുള്ളൊരു പാറ്റേണിലാണ് ഈ യോക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാച്ച് വർക്ക് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു പാറ്റേണിലാണ് കേട്ടോ. താഴേക്ക് വരുമ്പോൾ ചെക്ക് പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. സ്ലിറ്റഡ് ആണ്. കോട്ടൺ ലൈനിങ് ഉണ്ട് കേട്ടോ. സ്ലീവ് വരുമ്പോൾ 3/4. സ്ലീവിൻ്റെ എൻ പോർഷനും സെയിം തന്നെ ഒരു മെറ്റീരിയൽ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ്. ബാക്ക് ബോഡി പോർഷൻ ഈ ഒരു ചെക്ക് ഡിസൈനിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ വേറെ ചെയ്യാൻ പാത്രമായിട്ട് വന്നിരിക്കുന്നത്. ഈ കുർത്തീസ് നമുക്കിങ്ങനെ അജ്രക്കി യോക്കൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓണത്തിന് മാത്രമല്ല, അതല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പാത്രമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറഞ്ഞാൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സലാണ്. റേറ്റ് വന്നിരിക്കുന്നത് 799. അടുത്ത കുർത്തി വന്നിട്ട് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. നല്ല പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനുള്ള, ഓഫീസ് വെയർ ആയിട്ട് ഇതിനെ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള കുർത്തിയാണ് കേട്ടോ. കളർ വരുമ്പോഴത്തേക്കും ബേസ് കളർ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്കിൻ്റെ അകത്ത് ഫുള്ളായിട്ട് പ്രിന്റ് ആണ്. ഒരു ഗ്രേൻ്റെയും അതുപോലെ തന്നെ ചിക്കുവിൻ്റെയും മെറൂണിൻ്റെയും ഒക്കെ ഷേപ്പിൽ വന്നിരിക്കുന്ന പ്രിന്റാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പാകത്തിനാണ്. സിമ്പിളാണ്. അതും ബഡ്ജറ്റ് റേറ്റിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത്. നെക്ക് വരുമ്പോഴത്തേക്കും ഹൈനെക്ക് പാറ്റേണിലാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. സെയിം പാറ്റേൺ ആണ് കേട്ടോ. ഫ്രണ്ട് പോർഷനിൽ ചെറിയ ഒരു ഓപ്പണിംഗ് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ബട്ടനാണ്. അത് ഓപ്പൺ ബട്ടൺ അല്ല കേട്ടോ, ക്ലോസ് ബട്ടൺ തന്നെയാണ്. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. വൺ സൈഡിൽ പോക്കറ്റ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കുർത്തിക്ക് എല്ലാം ഇന്ന് നമ്മൾ കാണിക്കുന്നതിൽ ലാസ്റ്റ് 2 പാറ്റേണിൽ വരുന്ന കുർത്തീസിനും പോക്കറ്റ് ഉണ്ട് കേട്ടോ. സ്ലീവ് വരുമ്പോൾ 3/4 ആണ്. സ്ലീവ് വിത്തൗട്ട് ലൈനിലാണ്. ഈ കോട്ടൺ എന്ന് പറയുമ്പോൾ നല്ല പ്യുവർ കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പാകത്തിന്. ലെങ്ത് വരുമ്പോൾ ഒരു 46 ഇഞ്ച് ലെങ്ത്തിലാണ് കുർത്തി വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൽ വന്നിരിക്കുന്ന പ്രിന്റ്.
നെക്ക് ഇതുപോലെ ഹൈനെക്കായിട്ടാണ് വന്നിരിക്കുന്നത്. ക്ലോസ്ഡ് ഹൈനെക്കാണ് കേട്ടോ. ഇങ്ങനത്തെ കുർത്തീസൊക്കെ ആകുമ്പോൾ നമുക്ക് ദുപ്പട്ടയൊക്കെ ഇല്ലാതെ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ബസ്സിലൊക്കെ കയറി പോവുകയാണെങ്കിലും നമുക്കിങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് വരുന്ന നെക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ്. ദുപ്പട്ട ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നും വരുന്നില്ലാത്ത രീതിയിലാണ് കേട്ടോ. താഴേക്ക് വരുമ്പോൾ സ്ലിറ്റഡ് ആണ്, കോട്ടൺ ലൈനിങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ വരും. ഈ ഒരു പോർഷൻ വരുന്നത് നമ്മുടെ വൺ സൈഡിൽ വന്നിരിക്കുന്ന പോക്കറ്റിൻ്റെ പീസാണ് കേട്ടോ. അതുപോലെ തന്നെ താഴേക്ക് സ്ലിറ്റഡ് സ്ലീവ് വരുമ്പോഴത്തേക്കും 3/4 ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ 46 ഇഞ്ച് ലെങ്ത്തിലാണ് കുർത്തി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 550 അതും ഇൻസൈഡ് ഫ്രീ ഷിപ്പിംഗിലാണ് ചെയ്യുന്നത്. അടുത്ത കുർത്തി വന്നിട്ട് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് ഈ സെയിം പാറ്റേണിലാണ് വന്നിരിക്കുന്നത്. മെറ്റീരിയൽ വരുമ്പോൾ പ്യുവർ കോട്ടണിൽ തന്നെയാണ്. നല്ല ഭംഗിയുള്ള ഒരു പീച്ച് ഷെയ്ഡിലുണ്ട്. ഡാർക്കായിട്ട് നിൽക്കുന്ന പീച്ചാണ്. പീച്ചിൻ്റെ അകത്ത് ഫുള്ളായിട്ട് പ്രിൻ്റ് ആണ് വൈറ്റ് കളറിൽ വന്നിരിക്കുന്നത്. നമ്മുടെ പോച്ചപ്പള്ളിയുടെയൊക്കെ ആ ഒരു ടൈപ്പ് ഓഫ് പ്രിൻ്റ് ആണ്. ആ പ്രിൻ്റ് എന്നല്ല, ആ ഒരു ടൈപ്പ് ഓഫ് പ്രിൻറ്റിലാണ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വൈറ്റ് കളറിൽ വന്നിരിക്കുന്ന പ്രിൻ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെ നെക്ക് വരുമ്പോഴത്തേക്കും ഹൈനെക്കാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത്. സെയിം പാറ്റേണിലാണ് നെക്ക് വന്നിരിക്കുന്നത്. സെൻറ്റർ പോർഷനിൽ ഇതുപോലെ ഒരു പടി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴേക്ക് വരുമ്പോൾ കുറച്ച് ഇറങ്ങിയിട്ടാണ് സ്ലിറ്റ് വന്നിരിക്കുന്നത്. നമ്മൾ ഇതിന് ലാസ്റ്റ് വീക്കിലൊക്കെ ഇതുപോലത്തെ ഒരു പാറ്റേൺസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ഏലിയൻ കൺസെപ്റ്റിൽ വന്നിട്ട് കുറച്ചും കൂടി താഴേക്ക് ഇറങ്ങിയതിന് ശേഷമാണ് സ്ലിറ്റ് വന്നിരിക്കുന്നത്. 2 സൈഡ്സിലും ഹെമ്മേരിയിലും ഫ്രണ്ട് പോർഷനിൽ ചെറിയൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഫ്രണ്ട് പോർഷനിൽ വരുന്ന പടി ബട്ടൺ വർക്കും കൂടി ചെയ്തിട്ടുണ്ട്. സ്ലീവ് വരുമ്പോൾ ഇതുപോലെ എൽബോ ലെങ്ത്തിലാണ് സ്ലീവ് വന്നിരിക്കുന്നത്. സ്ലീവിൽ ഇതുപോലെ ഫ്ലാക്കും ബട്ടൺ വർക്കും കൂടി കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. അതും ഇതിൻ്റെ കളർ എന്ന് പറയുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതുപോലെയാണ് കേട്ടോ. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. ഈ കുർത്തിയും പ്രിൻസസ് കട്ട് പാറ്റേണിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ 2 സൈഡ്സും ഫ്രണ്ടിലും ബാക്കിലും പ്രിൻസസ് കട്ട് പാറ്റേണിൽ തന്നെയാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കും. അത്യാവശ്യം നല്ല ഫ്ലെയറും ഉണ്ട് കേട്ടോ. ഇതുപോലെയാണ് വരുന്നത്. നല്ല ഫ്ലെയറിലുമാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ട് ഇതുപോലെ 2 സൈഡ്സിലും സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇൻസൈഡ് പോർഷനിൽ ലൈനിങ് കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 1 സൈഡിൽ പോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തന്നെ വെയർ ചെയ്യാൻ പാകത്തിനാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ സ്ലീവൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഒരുപാട് ലെങ്ത് വരുന്ന ടൈപ്പ് ഓഫ് സ്ലീവിലല്ല വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ലെങ്ത് വരുമ്പോൾ ഒരു 46 ഇഞ്ച് ലെങ്ത്തിലാണ് കുർത്തി സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെയാണ്. ബാക്ക് സൈഡിലും പ്രിൻസസ് കട്ട് പാറ്റേണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിലും ബാക്കിലും സെയിം തന്നെ സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിരിക്കുന്നത് ഇതുപോലെയാണ്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറഞ്ഞാൽ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ്. റേറ്റ് വന്നിരിക്കുന്നത് 550. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് 3 ഡിഫറെൻറ്റ് പാറ്റേണിൽ വന്നിരിക്കുന്ന കുർത്തീസിൻ്റെ കളക്ഷൻസ് ആയിരുന്നു കേട്ടോ. ഫസ്റ്റ് കാണിച്ചത് ഓണം കളക്ഷനായിട്ട് വെയർ ചെയ്യാൻ പാകത്തിനുള്ളത്. അതിൻ്റെ കൂടെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് റെഗുലർ യൂസ് ചെയ്യാൻ പാകത്തിനുള്ള കോട്ടൺ കുർത്തീസും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ 3 കുർത്തീസും നല്ല ഭംഗിയായിട്ടാണ് വരുന്നത്. ഫസ്റ്റ് വാഷ് കളറാടി യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യട്ടോ. അതിനുശേഷം നോർമൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച കുർത്തീസ് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. സൈസും സ്ഥലവും കൂടി ഒരുമിച്ച് തന്നെ വെച്ചിട്ട് നമുക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യട്ടോ. നമ്മുടെ ഈ സ്ക്രീനിൻ്റെ താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് തന്നെ മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നമ്മുടെ പാക്കിംഗ് പിക്ക് അയക്കുന്ന നമ്പേഴ്സിലേക്ക് ഒന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിപ്ലൈ തരാനായിട്ട് ലേറ്റ് ആയി പോകും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് 10 o'clock to 6 o'clock ആണ്. അതിനുശേഷം വരുന്ന മെസ്സേജസിനൊക്കെ നമ്മൾ റിപ്ലൈ തരുന്നത് പിറ്റേ ദിവസം രാവിലെ 10 o'clock കേട്ടോ. കാരണം നമ്മൾ നേരത്തേക്ക് നമ്മൾ നൈറ്റിലൊക്കെ റിപ്ലൈ തന്നുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ നമ്മുടെ പണ്ടത്തെ രീതിയിലല്ല, ക്വാണ്ടിറ്റി കൂടുതലാണ്. അതുപോലെ തന്നെ ഐറ്റം എല്ലാം തന്നെ നമ്മുടെ ഷോപ്പിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ എല്ലാം ചെക്ക് ചെയ്തിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഷോപ്പിൽ ഇരുന്നിട്ട് തന്നെ നമ്മൾ മെസ്സേജിന് റിപ്ലൈ തന്നാലാണ് അത് റിപ്ലൈ നമുക്ക് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു ഇത് ചെയ്യുന്നത്. കാരണം 10 to 6 വരെയുള്ള മെസ്സേജസിനാണ് നമ്മളിപ്പോൾ റിപ്ലൈ തരുന്നത്. അതിനുശേഷം പിന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുള്ളൂ, കുഴപ്പമില്ല. നമ്മൾ പിറ്റേ ദിവസം രാവിലെ 10 o'clock തന്നെ മെസ്സേജസ് നോക്കി തുടങ്ങുന്നതാണ്. അപ്പോൾ റിപ്ലൈ കറക്റ്റായിട്ട് ആ ഓർഡറിൽ തന്നെ കിട്ടും കേട്ടോ. എന്തായാലും ഫസ്റ്റ് ആദ്യം മെസ്സേജ് അയച്ചിരിക്കുന്ന ആൾക്ക് തന്നെയായിരിക്കും നമ്മൾ ആദ്യം ഓർഡേഴ്സ് നോക്കി പോകുന്നത്. അങ്ങനെയാണ് കേട്ടോ. ഇടയ്ക്ക് നിന്നിട്ടൊന്നും മെസ്സേജസിന് റിപ്ലൈ തരുന്നതല്ല. എല്ലാം ഓർഡർ ബൈ ഓർഡർ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് പേരെങ്കിലും നമുക്ക് മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സപ്പ് റിപ്ലൈ കിട്ടുന്നില്ല എന്നുള്ളത്. അത് വേറെ ഒന്നുമല്ല, നിങ്ങളൊരു 6 o'clock അല്ലെങ്കിൽ മാക്സിമം 7 o'clock വരെയാണ് നമുക്ക് റിപ്ലൈ തരാൻ പറ്റുന്നത്. അപ്പോൾ 7 o'clock വരെ നമ്മുടെ ഷോപ്പ് ടൈം ഉണ്ട്. 6 o'clock വരെയാണ് നമ്മൾ ഓൺലൈനിൽ മെസ്സേജസിനും റിപ്ലൈ തന്നു പോകുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അപ്പോൾ 7 o'clock വരെയൊക്കെ നമുക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള മെസ്സേജസിനെല്ലാം നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് വെച്ച് കുഴപ്പമില്ല, എല്ലാത്തിൻ്റെയും റിപ്ലൈ നമ്മൾ 10 o'clock തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്താണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലാണ് നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. താങ്ക് യു.